ഹായ് മക്കളെ, അപ്പോൾ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ ഇന്ന് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ. ഓക്കെ, നമ്മളിതിൻ്റെ അൺബോക്സിംഗ് ആയി നോക്കാം. ഇതിങ്ങനെ ജസ്റ്റ് തുറക്കുക, താഴോട്ടേക്ക് വെക്കുക. ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത്. ഈ കാൽക്കുലേറ്റർ എങ്ങനെയാണ് കാൽക്കുലേഷൻ നടത്തുന്നത്? പല കുട്ടികൾക്ക് സംശയമുണ്ട്, സാറേ എനിക്ക് സൈൻ്റെയും അതിൽ സൈൻ ഇൻവേഴ്സിൻ്റെയും നാച്ചുറൽ ലോഗരിതം e⁻x ഇതിൻ്റെ ഒന്നും ഫംഗ്ഷൻ എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഒറ്റ സ്റ്റെപ്പിൽ ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. മാത്തമാറ്റിക്സിലും ഫിസിക്സിലും അതേപോലെ തന്നെ കെമിസ്ട്രിയിലും ഉപകാരപ്രദമായ ഒട്ടേറെ കാൽക്കുലേഷൻസ് നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. 82ms ആണ് നമ്മുടെ ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. 82mxനേക്കാൾ കൂടിയ ഫംഗ്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ആ കാൽക്കുലേറ്റർ കയറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ കുറഞ്ഞതോ അല്ലെങ്കിൽ ഇത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് ആദ്യം നമുക്ക് ഇതിൻ്റെ കീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട് കുറേ കീ ഉണ്ട്. ഒരു കീക്ക് മാക്സിമം 3 ഫംഗ്ഷൻ വരെ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കീ നിങ്ങൾ കാണുന്നുണ്ട്, സൈൻ ആണ് അല്ലേ? ഈ കീ ആണ് സൈൻ. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു മഞ്ഞ കളറിൽ സൈൻ ഇൻവേഴ്സ് എന്നും അതേപോലെ തന്നെ ഒരു റോസ് കളറിൽ ഒരു ഡി എന്നും കാണാൻ പറ്റും. അതായത് ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് 3 ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നത്? നമുക്ക് ആദ്യം അതിലോട്ട് പോകാം. ഈ ഫംഗ്ഷൻ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിങ്ങളിവിടെ കാണുന്നുണ്ട് ഒരു ഷിഫ്റ്റ് ഉണ്ട്, ഒരു ആൽഫയും ഉണ്ട് അല്ലേ? ഈ ഷിഫ്റ്റ് നെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തെ മഞ്ഞക്കടലുള്ള ഫംഗ്ഷനുള്ള ആ ഫംഗ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾ ആൽഫയാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ റോസ് കളറുള്ള ഫംഗ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി സൈൻ വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്വിച്ച് മാത്രം നെക്കിക്കഴിഞ്ഞാൽ ആ സൈനും ഷിഫ്റ്റ് ആ സൈനുമാണ് നിൽക്കുന്നതെങ്കിൽ സൈൻ ഇൻവേഴ്സും ആൽഫയും സൈനുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡി എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ടും പോകുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഇതിന് മുകളിലോട്ട് ഇതിൻ്റെ മുകളിലോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ സൈന്, കോസ്, ടാന്, ലോഗ്, നാച്ചുറൽ ലോഗരിതം, അതേപോലെ തന്നെ പവേഴ്സ്, അങ്ങനെ കുറേ കാണാൻ പറ്റും. നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാരണ കാൽക്കുലേറ്റർ പോലെ 1 to 9 ഉണ്ട്. പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈക്വൽ ടു അങ്ങനെ കുറച്ചും കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതെങ്ങനെ ഓണാക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓണിന് നമ്മുടെ സിമ്പിളി നമ്മുടെ ഓൺ ബട്ടൺ നിൽക്കുന്ന ഓണാവും. പല കുട്ടികൾക്കും ഓഫ് ആക്കുന്നതിൽ ഒരു സംശയമുണ്ട്. സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ആദ്യമായി കൈകിടുന്ന കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ നെക്കി നോക്കും. ഈ ഓഫ് എന്ന് പറഞ്ഞ സ്വിച്ചിലൊക്കെ നെക്കിയിട്ട് ഒരു രക്ഷയില്ല, ഓഫ് ആകത്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പറഞ്ഞ ഐഡിയ ഓർക്കുക. നമ്മുടെ ഈ AC എന്ന് പറയുന്ന ബട്ടന് മുകളിലായിട്ട് ഓഫ് എന്ന് പറഞ്ഞ് മഞ്ഞ കളർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞ കളറിൽ സ്വിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഷിഫ്റ്റ് നെക്കുക, ദെൻ AC നെക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഓഫ് ബട്ടൺ എന്തായി, ഇപ്പോൾ നമ്മൾ പ്രസ് ചെയ്തിരിക്കുന്നു, നമ്മുടെ കാൽക്കുലേറ്റർ ഓഫ് ആയിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മോഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മുടെ കാൽക്കുലേറ്റർ നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു കാൽക്കുലേറ്റർ കൊടുത്തിട്ട് ചിലപ്പോൾ കൂട്ടുകാരനായിട്ട് ഇങ്ങനെ കളിച്ച് മോഡൊക്കെ ഇങ്ങനെയാണ് അവനിങ്ങനെ കളിച്ച് ഈ മോഡൊക്കെ അങ്ങ് മാറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡിൽ വെച്ചാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ആൻസറൊക്കെ തെറ്റിപ്പോകാനെന്നുണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് കാൽക്കുലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി മോഡ് ക്ലിയർ ആക്കുക. നമ്മുടെ കാൽക്കുലേറ്റർ നമ്മൾ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആ രീതിയിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ആദ്യം നിങ്ങൾ ഷിഫ്റ്റ് നിൽക്കുക. ഷിഫ്റ്റ് നെക്കിന് ശേഷം മോഡ് ക്ലിയർ എന്ന് പറഞ്ഞ സ്വിച്ച് നിങ്ങൾ കണ്ടോ, മോഡ് CLR. അപ്പോൾ നിങ്ങൾക്ക് CLR ആവേണ്ടത്, ക്ലിയർ ആവേണ്ടത്. അപ്പോൾ മോഡ് CLR, ആ CLR നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് മോഡ് നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ റീസെറ്റ് ചെയ്യാം. നമ്മുടെ കാൽക്കുലേറ്റർ ഫുൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രസ് ചെയ്യാം. എന്ന് വെച്ചാൽ 3 ആണ്. അപ്പോൾ നിങ്ങളിവിടെ 3 പ്രസ് ചെയ്യുക. അപ്പോൾ റീസെറ്റ് ആളെന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ റീസെറ്റ് ആയിട്ടില്ല. ഇനി ഈക്വൽ ടു സൈൻ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഫുള്ളി റീസെറ്റ് ആയിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾക്ക് മോഡും ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ട്രിഗണോമെട്രി ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും അതേപോലെ തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. മക്കളെ, നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് നമ്മുടെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. സൈന്, കോസ്, ടാന്, സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ് എങ്ങനെ നമ്മുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ സൈൻ തന്നെ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുക, നിങ്ങൾ നോക്കുക, സൈൻ വെക്കുന്നു ഞാൻ. ദെൻ അതിനുശേഷം നമ്മളൊരു സൈൻ 30യുടെ വാല്യൂ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.5 എന്ന് ആൻസർ കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ കോസ് 60 നമുക്ക് നോക്കാം. കോസ് 60യുടെ വാല്യൂ നമുക്കറിയാം 0.5 തന്നെയാണ്. ഇനി ഇതേപോലെ നമുക്ക് സൈൻ ഇൻവേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് നോക്കാം. സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സും പറ്റുന്നതാണ്. നമ്മൾ സൈൻ ഇൻവേഴ്സ് വെക്കാൻ വേണ്ടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, സൈൻ്റെ മുകളിൽ ഒരു മഞ്ഞ കളറിൽ സൈൻ ഇൻവേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മഞ്ഞ കളറിലുള്ള ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഷിഫ്റ്റ് നിൽക്കുക, ദെൻ ഷിഫ്റ്റ് നിൽക്കുക, ദെൻ നമ്മൾ ഈ സ്വിച്ച് നിൽക്കുക. സൈൻ ഇൻവേഴ്സ് ആണ്. ഇനി നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 നമുക്കൊന്ന് സിമ്പിളി കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം സൈൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് കോസ് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് നോക്കാം. യെസ്, നമുക്ക് കോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഷിഫ്റ്റ് നിൽക്കുക, കോസിൽ പ്രസ് ചെയ്യുമ്പോൾ കോസ് ഇൻവേഴ്സ് ആയി. കോസ് ഇൻവേഴ്സ് നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് 0 നോക്കാം. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ് നമുക്കറിയാവുന്നതാണ്. ഇനി ചില കാൽക്കുലേറ്ററിനകത്ത്
നമ്മൾ സൈൻ 30 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 0.5 ആണ്. 0.5 കിട്ടണമെന്നില്ല. അങ്ങനെയുള്ള കണ്ടീഷനിൽ അവിടെ നിങ്ങളൊരു ഫംഗ്ഷൻ്റെ മാറ്റമായിരിക്കും സംഭവിക്കുന്നത്. അതായത് ചിലപ്പോൾ കാൽക്കുലേറ്റർ റേഡിയൻ മോഡിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി റേഡിയൻ മോഡിൽ നിന്ന് ഡിഗ്രി മോഡിലൂടെ തന്നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഈ മോഡ് ചേഞ്ച് ആക്കുന്നത്? ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ കിടക്കുന്നത് ഡിഗ്രി മോഡിലാണ്. കാരണം നമുക്കറിയാം സൈൻ 30യുടെ വാല്യൂ 0.5 കിട്ടിയെങ്കിൽ ഉറപ്പാണ് അതെന്തായിരിക്കും, അത് ഡിഗ്രി മോഡിലാണ് കിടക്കുന്നത്. ഇനി റേഡിയൻ മോഡിലൂടെ നമുക്കത് കൊണ്ടുവരാൻ വേണ്ടി വളരെ സിമ്പിളാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, മോഡ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ കണ്ടോ, ഈ മോഡ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുക. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഗ്രി റേഡിയൻ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിഗ്രിയിലാണ് കിടക്കുന്നത്. ഇനി നമുക്ക് റേഡിയനിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ 2 പ്രസ് ചെയ്യുന്നു. 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് എന്തിലോട്ട് മാറിയിരിക്കുകയാണ്, റേഡിയനിലോട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ റേഡിയനിലോട്ട് മാറിയിരിക്കും. നമുക്കറിയാം സൈൻ 30 എന്ന് പറയുന്നത് നമ്മൾ റേഡിയനിൽ പറയുകയാണെങ്കിൽ സൈൻ എന്താ മക്കളെ, π/6 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ കിട്ടുമെന്ന് നോക്കാം. സൈൻ പൈ എവിടെ കിടക്കുന്നു? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഈ 10⁻⁴ മുകളിൽ ഒരു പൈ കിടക്കുന്നുണ്ടോ? ആ പൈ പ്രസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ബ്രാക്കറ്റൊക്കെ ചുമ്മാ ഓപ്പൺ ആക്കുക. കാരണം ആംഗിൾ ആണല്ലോ. ഷിഫ്റ്റ് അടിക്കുക, പൈ പ്രസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ, പിന്നെ എന്താണ്, π/6 ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് സൈൻ 30 എന്ന് പറയുന്നത്. ഈക്വൽ ടു സൈൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 0.5 കിട്ടും. കണ്ടോ? അപ്പോൾ നമുക്ക് റേഡിയനിൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം, അതേപോലെ തന്നെ ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ എന്ത് ചെയ്യുക, മാറ്റുക. ഇനി നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ എന്തിലോട്ട് കൊണ്ടുവരാം, നമുക്കിതിനെ ഡിഗ്രിയിലോട്ട് കൊണ്ടുവരാം. മോഡ് പ്രസ് ചെയ്യുക, ഒന്നും കൂടെ പ്രസ് ചെയ്യുക, ദെൻ 1 ചൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കാൽക്കുലേറ്റർ ഇരിക്കുന്ന ഡിഗ്രി മോഡിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രിഗണോമെട്രി ഫംഗ്ഷനൊക്കെ ചെയ്യുന്നത്. മക്കളെ, നമ്മൾ അടുത്ത മാത്തമാറ്റിക്സിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനമാണ് NCRഉം NPRഉം. അപ്പോൾ NCR NPR നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്തതിന് ശേഷം ആൻസർ എഴുതി വെക്കരുത്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. ഒന്ന് ഫൈനൽ വേരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ നിങ്ങൾ ചെയ്ത ആൻസർ ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഇതിൽ ചെയ്തിട്ട് നമ്മുടെ ആൻസർ ഷീറ്റ് എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്ക് കിട്ടുന്നില്ല, സ്റ്റെപ്പ് വൈസായിട്ട് എഴുതേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് NCR നോക്കാം. ഓക്കെ, എങ്ങനെയാണ് NCR കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ആദ്യം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 4C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. 4C2 ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നിൽക്കേണ്ടത് 4 പ്രസ് ചെയ്യുക. ഇതേ നമുക്ക് C വേണം അല്ലേ? ഇവിടെ നോക്കുക NCR നിങ്ങൾ കാണുന്നുണ്ട്, പ്രോപ്പറായിട്ട് ആ സ്വിച്ച് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ NCR ആണ്. NCR നിങ്ങൾ പ്രസ് ചെയ്യുക. ഇതിൽ നമ്മൾ 2 അടിക്കുന്നത് 4C2 ആണ്. 4C2 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 6 ആണ്, നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? ഇതേപോലെ നമുക്ക് NPRും കണ്ടുപിടിക്കാൻ പറ്റും. NPR അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ NPRന് സ്വിച്ച് ഒന്നും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും NCRൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മഞ്ഞ കളറിൽ NPR ഉണ്ട്. അപ്പോൾ നമുക്കറിയാം മഞ്ഞ കളറിലെ സ്വിച്ച് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇത് P. അപ്പോൾ ഇങ്ങനെ P അടിച്ചിട്ട് കാര്യമില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 4 പ്രസ് ചെയ്യുക, ദെൻ P പ്രസ് ചെയ്യുക, NPRൻ്റെ P പ്രസ് ചെയ്യുക, ദെൻ നമ്മൾ 4P2 കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം 4P2 എന്ന് പറയുന്നത് 12 ആണ്. ഇങ്ങനെ നമുക്ക് NCRും NPRും ഇത് വെച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. മക്കളെ, നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ലോഗരിതമിക് ഫംഗ്ഷനാണ്. ഈ ലോഗരിതമിക് ഫംഗ്ഷൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ കെമിസ്ട്രിയിലും അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സിലാണ്. ഫിസിക്സിൽ നമുക്കറിയാം വർക്ക് ഡൺ ബൈ ഐസോതെർമൽ പ്രോസസ്സിനകത്ത് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനകത്ത് ലോഗരിതമിക് ഫംഗ്ഷനാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അവിടെ ഇക്വേഷനൊക്കെ ഡെറൈവ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കിട്ടുന്ന ലോഗ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് അല്ലേ? ആ ലോഗ് എന്ന് പറയുന്നത് ലോഗ് ബേസ് 10 ആണ്. നമുക്ക് ആൻസർ കിട്ടേണ്ടത് നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതം അതേപോലെ ലോഗ് ബേസ്ഡും നമ്മുടെ കാൽക്കുലേറ്ററിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ കെമിസ്ട്രിക്കകത്ത് 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ? എന്തിനു വേണ്ടിയാണ് 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നത്? നമുക്ക് ലോഗ് ബേസ് 10നെ നാച്ചുറൽ ലോഗരിതം ആക്കാൻ വേണ്ടിയാണ് 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തത്. എന്നാൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഈ 2.303 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് തന്നെ ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ലോഗ് ബേസ് 10 വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കാം, ലോഗ് ബേസ് 10 എന്ന് വെച്ചാൽ നിങ്ങളുടെ ലോഗ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് കാണുന്നുണ്ട്. ഇതാണ് ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗ് ബേസ് 10 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ലോഗ് 10ൻ്റെ വാല്യൂ നമുക്കറിയാം ബേസ് 10 ആണെങ്കിൽ 1 ആണ്. ഇതേപോലെ തന്നെ നമുക്ക് ലോഗ് 10 നാച്ചുറൽ ലോഗരിതം കണ്ടു നോക്കാം. ln ആണ്. ln 10 നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 2.303 ആണ്. അപ്പോൾ രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി അല്ലേ? ഇനി നമ്മുടെ എന്താണ് കെമിസ്ട്രി ചെയ്ത പോലെ തന്നെ 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 2.303 കൊണ്ട് ഞാൻ ലോഗ് ബേസ് 10നെ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ലോഗ് 10നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് 2.303 ആൻസർ കിട്ടും, നാച്ചുറൽ ലോഗരിതമായി. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2.303 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ലോഗ് ബേസ് 10നെ നാച്ചുറൽ ലോഗരിതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ നാച്ചുറൽ ലോഗരിതം ഡയറക്റ്റ് ഉണ്ട്. ആ നാച്ചുറൽ ലോഗരിതത്തിൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, പ്രസ് ചെയ്തിട്ട് ഏത് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ട ആ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യുക, ഇട്ട് കൊടുത്താൽ മാത്രം മതിയാകും. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? ലോഗരിതത്തിൻ്റെ പരിപാടി നമ്മളിതാ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാത്തമാറ്റിക്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സാധനമാണ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. ഫാക്ടോറിയൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫാക്ടോറിയൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്, ഇവിടെ ഒന്നും കാണാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ
കണ്ടേ എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞ സ്വിച്ചിൻ്റെ മുകളിലായിട്ട് ഫാക്ടോറിയൽ ഒളിഞ്ഞു കിടപ്പുണ്ട്, എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 5 × 4 × 3 × 2 × 1 ആണ്. അതിൻ്റെ ആൻസർ എന്താണ്? നമുക്കറിയാം 120 ആണ്. അതേപോലെ കിട്ടി, കണ്ടോടാ. അപ്പോൾ ഫാക്ടോറിയൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാം. 15ൻ്റെ ഫാക്ടോറിയൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ? ഒറ്റ അടിക്ക് കിട്ടി, ഇതേ കിട്ടി. ഇതാണ് ആൻസർ കിട്ടുന്നത്. 1.0376744 അങ്ങനെ പോയിട്ട് × 10 എന്താണ് 12 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഫാക്ടോറിയൽ വളരെ എളുപ്പത്തിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. നമ്മുടെ ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2⁴, 2⁵, അതേപോലെ തന്നെ റൂട്ട് 10ൻ്റെ പവർ, ഇതൊക്കെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ടാണ് പറയുന്നത്. നമുക്കിതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്ററിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്കറിയാം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ഫിസിക്സിലും അതുപോലെ തന്നെ കെമിസ്ട്രിയിലൊക്കെ കുറേയേറെ നമുക്ക് ഉപകാരപ്പെടുന്ന സാധനമാണ് യൂണിറ്റ് കൺവേർഷൻ ഉണ്ട്. ഇപ്പോൾ മൈക്രോ ഫാരഡിനെ അല്ലെങ്കിൽ പൈക്കോ ഫാരഡിനെയൊക്കെ ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ മൈക്രോ ഫാരഡ് ആണെങ്കിൽ നമുക്കറിയാം 10⁻⁶ കൊണ്ടും അതേപോലെ തന്നെ പൈക്കോ ഫാരഡ് 10⁻⁹ കൊണ്ടൊക്കെ മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും അല്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ആദ്യം സ്ക്വയറും റൂട്ടിൽ നമുക്ക് പരിപാടി തുടങ്ങാം. എങ്ങനെ ഒരു നമ്പറിന് പെട്ടെന്ന് സ്ക്വയർ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്ക് 4 സ്ക്വയർ എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ 4 പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ എക്സ് സ്ക്വയർ സിമ്പിൾ കാണുന്നുണ്ട്, നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 സ്ക്വയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതേപോലെ സ്ക്വയർ അല്ലാതെ ഇപ്പോൾ നമ്മൾക്ക് വേണ്ടത് 4⁻10 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എന്ത് ചെയ്യും? അല്ലെങ്കിൽ 4⁻12 കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ 4 പ്രസ് ചെയ്യുക. 12⁻12 എന്ന് പറയുന്നത് സ്വിച്ചേ ഇതിനകത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനും ഈ സ്വിച്ച് കണ്ടോ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന സ്വിച്ചാണ്. ഈ സ്വിച്ച് നിങ്ങൾ ഞെക്കിക്കഴിഞ്ഞാൽ ഒരു മുകളിലോട്ട് ആരോ വന്നിട്ടുണ്ട്. ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മുകളിൽ റേസ് ആയെന്നാണ് ഇതിൻ്റെ അർത്ഥം. 4⁻². ഇനി ഒരു ബ്രാക്കറ്റും കൂടെ അങ്ങോട്ട് ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. ഇനി എനിക്ക് കണ്ടുപിടിക്കുന്നത് 12 ആണ്. ഓക്കെ, 12 പ്രസ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ക്ലോസ് ചെയ്ത് നിങ്ങൾ എപ്പോഴും മെമ്മറിയിൽ വെക്കേണ്ടതാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ വലിയ കണക്കുകൾ ചെയ്യുമ്പോഴത്തേക്കും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലെങ്കിൽ ബാക്കി വരുന്ന എല്ലാം പവറായിട്ട് തന്നെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കാൽക്കുലേറ്റർ മനസ്സിലായി. 4⁻12 ആണെന്ന് കാൽക്കുലേറ്റർ മനസ്സിലായിട്ടുണ്ട്. ഇനി ഈക്വൽ ടു സൈൻ അടിച്ചു കഴിഞ്ഞാൽ 4⁻12ൻ്റെ ആൻസർ ഇതാ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് 10ൻ്റെ പവർ കണ്ടുപിടിക്കാം. ഇപ്പോൾ 10⁻⁻11 10⁻⁻, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, -11 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 10⁻⁻11ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് നോക്കാം 20 × 10⁻10⁻10⁻3 എന്താണെന്ന് നോക്കാം. -3. ഓക്കെ, റെഡി. ആൻസർ കിട്ടും നമുക്ക് 0.02 എന്ന് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് പവർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് റൂട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? റൂട്ട് എടുക്കുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ പവർ അടിച്ചിട്ട് 4⁻1/2 കൊടുത്താൽ മതി, അല്ലെങ്കിൽ റൂട്ട് ഡയറക്റ്റ് ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കാം 25ൻ്റെ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 5 ആണ് അല്ലേ? അപ്പോൾ റൂട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ റൂട്ടിന് സിമ്പിൾ ഉണ്ട്. റൂട്ട് പ്രസ് ചെയ്യുക. വേണമെങ്കിൽ ഒരു ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ആക്കുക. ബ്രാക്കറ്റ് എപ്പോഴും ഓപ്പൺ ആക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഓക്കെ, 25 ബ്രാക്കറ്റ് എന്ത് ചെയ്യുക? ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ ആൻസർ കിട്ടും, പക്ഷേ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ റൂട്ട് 25 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടി 5 എന്ന് കിട്ടി. മക്കളെ, നമ്മൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ക്യൂബും ക്യൂബ് റൂട്ടും എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുവാണെങ്കിൽ എക്സ് ക്യൂബ് എന്ന സിമ്പിൾ കണ്ടോടാ. ഈ ഒരു സ്വിച്ച് കണ്ടോ, ഇത് നോക്കിയാണ് ക്യൂബ് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് 2ൻ്റെ ക്യൂബ് എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 2 പ്രസ് ചെയ്യുക, ദെൻ എക്സ് ക്യൂബ് പ്രസ് ചെയ്യുക, ദെൻ നമുക്കറിയാം 8 ആണ്. ഇനി നമുക്ക് ക്യൂബ് റൂട്ട് എന്ന് കണ്ടുപിടിച്ചാലോ? 2 ക്യൂബ് കണ്ടുപിടിച്ച് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല മക്കളെ. ആദ്യം നിങ്ങൾ എന്ത് പ്രസ് ചെയ്യുക? ഷിഫ്റ്റ് പ്രസ് ചെയ്യുക. നിങ്ങൾ കാണുന്നുണ്ട് എക്സ് ക്യൂബിൻ്റെ മുകളിലായിട്ട് ക്യൂബ് റൂട്ട് കാണുന്നുണ്ട്. ആ ക്യൂബ് റൂട്ടിൻ്റെ സിമ്പിൾ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ 8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ ക്യൂബ് റൂട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ക്യൂബ് റൂട്ട് ഇതേപോലെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഇനി ഇതേപോലെ ക്യൂബ് റൂട്ട് വരെയാണ് മാക്സിമം നമുക്ക് ചോദിക്കുന്നത്. ഇനി 4th റൂട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ടെക്നിക്കുണ്ട്. അതിനൊരു സ്വിച്ച് ഇവിടെ കിടപ്പുണ്ട്. ആ സ്വിച്ചാണ് നിങ്ങളിവിടെ കാണുന്നുണ്ട്. ഈ ആരോടെ മുകളിലായിട്ട് എക്സ് റൂട്ട് എന്ന് കണ്ടില്ലേ, അതാണ് നമുക്ക് ഹയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള പരിപാടി. ഇപ്പോൾ 4th റൂട്ട് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. 4th റൂട്ട് ഓഫ് 16 നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ആദ്യം നിങ്ങൾ 4 പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് നിൽക്കിയിട്ട് ആ ഫംഗ്ഷൻ എനേബിൾ ആക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 16 ആണ് കണ്ടുപിടിക്കേണ്ടത്. 4th റൂട്ട് ഓഫ് 16 എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് 2 ആണ്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ അർത്ഥം എന്താണ്? 4x റൂട്ട് 16 എന്ന് വെച്ചാൽ 4th റൂട്ട് ഓഫ് എന്താണ്? 16 ആണ്. അതെന്ത് കിട്ടി? നമുക്ക് 2 കിട്ടി. ഇതേപോലെ ഏത് റൂട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ എളുപ്പത്തിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. മക്കളെ, കാൽക്കുലേറ്റർ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഓരോ ഫംഗ്ഷനും നമ്മൾ പഠിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും യെസ് ഞാൻ കാൽക്കുലേറ്ററിൽ പ്രോ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ
ഈ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളിവിടെ കാണുന്നുണ്ട് ഈ ഒരു വലിയൊരു പ്രോബ്ലം. എൻ്റെ പൊന്നു സാറേ, എങ്ങനെയാണ് സാറേ ഈ കാൽക്കുലേറ്റർ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെ വലിയ വലിയ പ്രോബ്ലങ്ങളൊക്കെ നമുക്കറിയാം. നമ്മുടെ ഫിസിക്സിനകത്ത് എപ്പോഴും ചോദിക്കുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ +1 ഫിസിക്സിലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും? സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഒരൊറ്റ സ്റ്റെപ്പിൽ എങ്ങനെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് നോക്കിയാൽ മക്കളെ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓരോ ബ്രാക്കറ്റിന് നിങ്ങൾ എന്ത് കൊടുക്കുക? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. ഇനി പവർ എവിടൊക്കെ പവർ വരുന്നോ ആ പവർ വരുന്നിടത്തെല്ലാം ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക. ന്യൂമറേറ്ററിന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ഡിനോമിനേറ്ററിന് അതേപോലെ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക. ഇത്രയും ചെയ്തില്ലെങ്കിൽ ആൻസർ ആകെ തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓരോ ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ബ്രാക്കറ്റ് തുടങ്ങുന്നത് നമ്മുടെ ന്യൂമറേറ്ററിനാണ്. ന്യൂമറേറ്റർ നിങ്ങൾ കാണുന്നുണ്ട് 2 × 2 × 10⁻³ ഹോൾ സ്ക്വയർ × 8 അങ്ങനെ പോവുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാൻ പോകുന്നു? ന്യൂമറേറ്ററിന് നൈസായിട്ട് ഒരു ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ആക്കി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ ന്യൂമറേറ്ററിലുള്ള ഓരോ ആൾക്കാർ എഴുതാൻ പോവാണ്. ആദ്യം ഒരു 2 ആണ് കിടക്കുന്നത്, 2 കഴിഞ്ഞിട്ട് ഇൻറ്റു ആണ് കിടക്കുന്നത്, പിന്നെ കിടക്കുന്നത് അടുത്തൊരു ബ്രാക്കറ്റിലാണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 2 × 10⁻³ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യണം നിങ്ങൾ? അതൊരു ബ്രാക്കറ്റിൽ ഇടുക. അതിൻ്റെ സ്ക്വയർ ആണെന്ന് കാൽക്കുലേറ്ററിന് അറിയിക്കാൻ വേണ്ടി ഫസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. എന്നിട്ട് ആ ബ്രാക്കറ്റിൻ്റെ അകത്ത് 2 × 10⁻⁻. പവർ വന്നിരിക്കുന്നു. പവർ വന്നാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്കറിയാം ഈ സിമ്പിളാണ് പവറിൻ്റെത്. ഓക്കെ, പവർ ⁻². എന്നിട്ട് നിങ്ങൾ എവിടെ ചെയ്യാൻ തുടങ്ങി അവിടെയൊക്കെ നിങ്ങൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി ക്ലോസ് ആക്കി ഒരു കുഴപ്പമില്ല. എന്താ പവർ? പവർ -3 ആണ്. അപ്പോൾ ആ 10⁻² ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, -3യുടെ ബ്രാക്കറ്റാണ്. ആ ബ്രാക്കറ്റ് -3 കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലോസും ചെയ്തിരിക്കുകയാണ്. റെഡി അല്ലേടാ? ഇനി എന്താണ്? ഇതിന് മുഴുവനായി ഒരു സ്ക്വയർ ഉണ്ടല്ലേ. 2 × 10⁻³ മുഴുവനായിട്ടൊരു സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ 2ന് നമ്മൾ ഓപ്പൺ ആക്കിയ ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഹോൾ ⁻² ആണ്. ഒന്നെങ്കിൽ സ്ക്വയർ നിങ്ങൾ ഡയറക്റ്റ് അടിക്കാം, അല്ലെങ്കിൽ പവർ ഈ ഒരു സിമ്പിൾ ഇടുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, 2. ഇപ്പോൾ എന്തായി? ഹോൾ സ്ക്വയർ ആയി. ഓക്കെ അല്ലേ? ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല എങ്കിൽ ബാക്കി നമ്മൾ എഴുതാൻ പോകുന്ന 8.9 × 10⁻³ ആക്കി ഇതിൻ്റെ കൂടെ അങ്ങ് കയറി വരും. ഇതിൻ്റെ സ്ക്വയർ ആയിട്ട് വരും, ഇതിൻ്റെ പവറായിട്ട് വരും. അപ്പോൾ പവർ നിങ്ങൾ ഓപ്പൺ ആക്കുക, ക്ലോസ് ആക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് എന്താ കിടക്കുന്നത്? ഇൻറ്റു അടുത്തതിന് നമുക്കൊരു ബ്രാക്കറ്റിലോടണം. യെസ്, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. എന്താ കിടക്കുന്നത്? 8.9 × 10⁻². നിങ്ങൾ ഒന്നെങ്കിൽ ഇതിടുക, അല്ലെങ്കിൽ നമുക്കറിയാം ക്യൂബൊക്കെ ഡയറക്റ്റ് ഉണ്ട്, അങ്ങനെ ചെയ്താലും മതി. ഞാൻ ഇത് തന്നെ ഇട്ടാണ് ചെയ്യുന്നത്, കാരണം കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ⁻² ഇട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, 3 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 8.9 × 10⁻³ നമ്മൾ ചെയ്തിരിക്കുന്നു. മൈനസ് അടുത്ത മക്കളെ കിടക്കുന്നത് 1.5 ഇൻറ്റു എന്താ കിടക്കുന്നത്? 10⁻²ന് പവറാണ്. ⁻² സിമ്പിൾ അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക, 3 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായി? 8.9 × 10⁻³ - 1.5 × 10⁻³ അത് മുഴുവൻ എഴുതിയിരിക്കുന്നു. അത് ഓൾറെഡി നമ്മളൊരു ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയായിരുന്നു. ആ ബ്രാക്കറ്റ് നൈസായിട്ടും ക്ലോസ് ചെയ്യാം. ഓപ്പൺ ആക്കുന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. തുറന്നിട്ട കതക് അടച്ചിട്ടിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ അവിടെ കള്ളന്മാർ വരും. അത് ഓർത്താൽ മതി. അപ്പോൾ ഇനി എന്താ കിടക്കുന്നത്? ഇൻറ്റു ഉണ്ട്, ഒരു 9.8 കൂടെ ഉണ്ട്. ന്യൂമറേറ്റർ കംപ്ലീറ്റ് ആയി. ന്യൂമറേറ്ററിൻ്റെ ഒരു കതക് തുറന്നായിരുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ കതക് നമ്മൾ അടക്കാൻ പോകുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡിനോമിനേറ്റർ ആണ്, ഡിവൈഡ് ബൈ ആണ്. അപ്പോൾ ഡിവൈഡ് ബൈയുടെ സിമ്പിൾ നമുക്കറിയാം, ഡിവിഷൻ ബൈ ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി ഡിനോമിനേറ്റർ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കിയോ, അന്തസ്സായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയോ. യെസ്. ഇനി എന്താ കിടക്കുന്നത്? 9 ഇൻറ്റു പിന്നെ നമുക്ക് കിടക്കുന്നത് 6.5 ഇൻറ്റു 10⁻². പവർ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി തന്നെ പഠിച്ചാൽ മതി. കാരണം കൺഫ്യൂഷൻ ആകും നിങ്ങൾക്ക്, എവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ആകണം, എവിടെ ഓപ്പൺ ആക്കേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ട് ബ്രാക്കറ്റ് നിങ്ങൾ ഓപ്പൺ ആക്കി തന്നെ പഠിച്ചോ. 10⁻² നമുക്കുള്ള -2 ആണ്. അപ്പോൾ 10⁻² ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി, -2 ഇട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇനി ഡിനോമിനേറ്റർ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി ഈക്വൽ ടു സൈൻ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിളിൻ്റെ ആൻസർ എന്താണെന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ഇതേ ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത്. അടിപൊളിയായിട്ട് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്തിരിക്കുന്നു. ബ്രാക്കറ്റിനാണ് ഇമ്പോർട്ടൻസ്. ബ്രാക്കറ്റ് എവിടേക്ക് ഓൺ ആക്കണം, എവിടേക്ക് ഓഫ് ആക്കണമെന്ന്, ഓഫാക്കോ ഓണാക്കോ അല്ല, എവിടേക്ക് ഓപ്പൺ ആക്കണം, എവിടേക്ക് ക്ലോസ് ചെയ്യുന്നത് എന്ത് ചെയ്യുക, ചിന്തിച്ച് ചെയ്യുക. ഈ ഒരു കാൽക്കുലേഷൻ ഒന്നും കൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലാവും. ഈ പ്രോബ്ലം നിങ്ങൾ സ്വന്തമായി ഒന്ന് ചെയ്തും കൂടെ നോക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് അടിച്ചിട്ട് റെഡി.
മക്കളെ പുട്ടിന് പീര എന്ന് പറയുന്ന പോലെ ഒരു പ്രോബ്ലം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്തു നോക്കാം. നിങ്ങൾ കാണുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. വലിയൊരു പ്രോബ്ലമാണ്. 5 cos 60 plus 10 raised to minus 5 divided by log 3/2 the whole raised to 3/2. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട്. ആ വലിയൊരു ബ്രാക്കറ്റിനകത്താണ് 3/2 കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ആ വലിയ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ന്യൂമറേറ്ററാണ്. ന്യൂമറേറ്ററിനും ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ന്യൂമറേറ്ററിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്? ഒരു 5 ഉണ്ട്, പിന്നെ ഒരു കോസ് ഉണ്ട്. 5 ഇൻറ്റു കോസ് എത്രയാണ് മക്കളെ? 60 ആണ്. കോസ് 60 ആണ്. ഡിഗ്രിയിലാണ് ചെയ്യുന്നത്. ഡിഗ്രി നമുക്കറിയാം, ഫംഗ്ഷൻ ഇവിടെ കാണുന്നുണ്ട്, ഡി ആണ് കിടക്കുന്നത്. അപ്പോൾ ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്യുന്നത്. കോസ് 60. പിന്നെ എന്ത് കിടപ്പുണ്ട് മക്കളെ? ഒരു പ്ലസ് കിടപ്പുണ്ട്. പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾ കോസ് 60 എഴുതുമ്പോഴത്തേക്കും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. കോസ് 60 ബ്രാക്കറ്റിൽ തന്നെ ഇടുക. ഇല്ല എങ്കിൽ അടുത്ത ഇടാൻ പോകുന്ന പ്ലസ് ഒക്കെ ഈ കോസിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ കോസിൻ്റെ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യണം. കോസ് 60 അല്ലെങ്കിൽ 60ക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയില്ലെങ്കിൽ 60 പ്ലസ് 10 raised to minus 5 കോസിൻ്റെ അകത്ത് കയറി വരും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി കോസ് 60 ബ്രാക്കറ്റിനകത്ത് ഇട്ടു. 60 ബ്രാക്കറ്റിനകത്ത് ഇട്ടു. പിന്നെ ഒരു പ്ലസ് ഉണ്ട്. 10 raised to വരുമ്പോൾ മുകളിലത്തെ സിമ്പിൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. -5 ആണ്. -5 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ന്യൂമറേറ്റർ പരിപാടി കഴിഞ്ഞ് ന്യൂമറേറ്ററിൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഡിവൈഡഡ് ബൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിൻ്റെ ബ്രാക്കറ്റ് വേണമെങ്കിൽ ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ആക്കട്ടെ. ഞാൻ ഓപ്പൺ ആക്കി, അത് വേണം, ഒരു രസമല്ലേ. ഡിനോമിനേറ്റർ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ആക്കി. പിന്നെ കിടക്കുന്ന ലോഗരിതമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് നാച്ചുറൽ ലോഗരിതത്തിലാണ് ആൻസർ വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാം നെക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ലോഗ് ബേസ് 10ൽ തന്നെ ചെയ്യുകയാണ്. നമ്മുടെ കെമിസ്ട്രിക്കകത്തും ഫിസിക്സിനകത്തൊക്കെ നാച്ചുറൽ ലോഗരിതത്തിലാണ് ആൻസർ കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാം പ്രസ് ചെയ്യാൻ മറക്കരുത്, എല്ലാം തന്നെ നിൽക്കുക. ഞാനിവിടെ തൽക്കാലം ലോഗ് നിൽക്കുകയാണ്. ലോഗ് എന്താ കിടക്കുന്നത്? 3/2 ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. 3 ഡിവൈഡഡ് ബൈ 2, 3/2 ആ ലോഗിൻ്റെ ബ്രാക്കറ്റിനകത്ത്. അപ്പോൾ ഡിനോമിനേറ്റർ കഴിഞ്ഞു. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി ആദ്യം ഓപ്പൺ ആക്കിയൊരു ബ്രാക്കറ്റ് ഉണ്ട്, 3 ഹോൾ റേസ് ടു 3/2 ഓപ്പൺ ആക്കിയൊരു ബ്രാക്കറ്റ് ഉണ്ട്. അതൊക്കെ ഓർമ്മ വേണം കേട്ടോ. ആ ബ്രാക്കറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുക. ഇനി പവർ റേസ് ടു, അതിൻ്റെ മുകളിൽ എന്താ കിടക്കുന്നത്? റേസ് ടു 3/2 ഉണ്ടല്ലേ. റേസ് ടു ഒരു 3/2 കൂടെ മുകളിലുണ്ട്. 3/2. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതാണ് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര സമയം എടുക്കും അല്ലേ. ഇത് ഞാൻ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതാണ്, നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ഇത്രയും സമയം പോയത്. നിങ്ങൾ ഇതേപോലെ കാൽക്കുലേഷനൊക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ കുറേ എന്ത് ചെയ്യുക, ഇതേപോലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുക. അതായത് ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ട് നിങ്ങൾ അത് ശരിയാണെന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ആൻസർ ഉള്ള ഇതേപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ആൻസറും കറക്റ്റ് ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കുറേ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിനകത്തൊരു പ്രോ ആയിരിക്കും. നിങ്ങൾ ഒന്നും പറ്റിയില്ലെങ്കിൽ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇതേപോലെ ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കരമായിട്ട് ലാഭിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വലിയ പ്രോബ്ലത്തിനൊക്കെ 1-2 മിനിറ്റ് പോകുന്നത് വെറും 10 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ എക്സാം ഇത് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൈലത്തിന് ലൈവുകളൊക്കെ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. അടിപൊളി സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൈലത്തിന് ട്രസ്റ്റ് ചെയ്യുക. ഈ എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വരും ലൈവുകളിലൊക്കെ കാണാം. ബൈ ബൈ.